നമസ്കാരം. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപിൽ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആദ്യത്തെ ആംഫി തിയേറ്റർ സജ്ജമായി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഏറ്റവും പുതിയ ടൂറിസം പദ്ധതിയായ കുട്ടനാട് സഫാരിയുടെ ഭാഗമായാണ് പാതിരാമണലിൽ ആംഫി തിയേറ്ററും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മ പഞ്ചായത്തുമായി ചേർന്നാണ് ജലഗതാഗത വകുപ്പ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആംഫി തിയേറ്റർ എന്ന ആശയം മുന്നോട്ട് വെച്ചത് മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രി പാതിരാമണൽ സന്ദർശിക്കവെയാണ് അദ്ദേഹത്തിന് അത്തരമൊരു പദ്ധതിയെക്കുറിച്ചുള്ള ആശയം ഉദിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അറേബ്യൻ ഡെസേർട്ട് സഫാരി മാതൃകയിലാണ് കുട്ടനാടൻ ബോട്ട് സഫാരി ആരംഭിക്കുന്നത്. ദ്വീപിലെത്തുന്ന സഞ്ചാരികൾക്കായി പ്രത്യേക കലാപരിപാടികളും പ്രദർശനങ്ങളും ഇനി മുതൽ ഉണ്ടാകും. ഒപ്പം കുട്ടനാടിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള വീഡിയോയും അവതരിപ്പിക്കപ്പെടും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹായത്തോടെ പുല്ലും മുളയും ഉപയോഗിച്ച് തീർത്തും പരിസ്ഥിതി സൗഹാർദ്ദപരമായാണ് ആംഫി തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മ പഞ്ചായത്ത് ദ്വീപിൽ സൗരോർജ്ജ വിളക്ക് സ്ഥാപിച്ചതിനാൽ ഇനി സദാസമയവും പാതിരാമണൽ തിളങ്ങും. എല്ലാ അർത്ഥത്തിലും പരിസ്ഥിതി സൗഹാർദ്ദപരമായാണ് ആംഫി തിയേറ്ററും കുട്ടനാടൻ സഫാരിയും ആവിഷ്കരിച്ചിരിക്കുന്നത്. ജലഗതാഗത വകുപ്പിന്റെ പുതിയ സൗരാവൺ സൗരോർജ്ജ ബോട്ടാണ് കുട്ടനാടൻ സവാരിക്കായി പ്രയോജനപ്പെടുത്തുക. ഈ ബോട്ടിൽ ഒരേ സമയം 30 പേർക്ക് സഞ്ചരിക്കാനാകും. KSRTCയുമായി ബന്ധിപ്പിച്ച് പാതിരാമണലിലേക്ക് പാക്കേജ് ടൂറിസം കൊണ്ടുവരുന്നതിനും ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. രാവിലെ 10-ന് ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന കുട്ടനാടൻ സഫാരി വൈകിട്ട് 5-ഓടെയാകും മടങ്ങിയെത്തുക. നെഹ്റു ട്രോഫി പവലിയന് സമീപത്തൂടെ അഴീക്കൽ കനാലിലൂടെയാകും സഫാരി സഞ്ചാരം. തനി നാടൻ കടകളിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണവും സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ഒപ്പം ഓലമടയുന്നതും കയർ പിരിക്കുന്നതും പോലുള്ള പരമ്പരാഗത തൊഴിലുകളും നേരിട്ട് കാണാനാകും. അത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനും സഞ്ചാരികൾക്ക് അവസരമുണ്ട്. അതുപോലെ തന്നെ ചിത്രകാരന്മാർ തത്സമയം സഞ്ചാരികളുടെ ചിത്രങ്ങൾ വരച്ചു നൽകുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങാനുമാകും. C ബ്ലോക്കിൽ ചുണ്ടൻ വള്ളത്തെ അടുത്തെറിയുന്നതിനായുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ R ബ്ലോക്കിലേക്കുള്ള യാത്രയിൽ കള്ളുഷാപ്പിലെ ഉച്ചഭക്ഷണം രുചിക്കാം. തുടർന്നാണ് പാതിരാമണലിലേക്ക് പോകുന്നത്. വേലക്കളി, കുത്തിയോട്ടം, വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയവയുടെ പാരമ്പര്യവും ചരിത്രവുമെല്ലാം അടുത്തറിയാൻ ഈ യാത്ര വഴിയൊരുക്കും. ആംഫി തിയേറ്ററിൽ കളരി, ഗരുഡൻ പയറ്റ് തുടങ്ങിയവയും പ്രദർശിപ്പിക്കപ്പെടും. പാതിരാമണലിൽ നിന്നും കുടുംബശ്രീ കഫേയിലെ ലഘുഭക്ഷണവും ലഭ്യമാകും. പാതിരാമണലിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള മടക്കയാത്രയിൽ കക്ക നീറ്റുന്ന കാഴ്ചകൾ സഞ്ചാരികൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഒപ്പം ചെറിയ വള്ളങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ചെറുകടകളിൽ നിന്ന് ആവശ്യമായ തനത് വസ്തുക്കൾ വാങ്ങുന്നതിനും സഞ്ചാരികൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നു. ഇങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദപരമായും വൈവിധ്യപൂർണമായും രൂപപ്പെടുത്തിയിരിക്കുന്ന കുട്ടനാടൻ സഫാരി സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമായി മാറും. വാർത്തയുടെ നിറം തേടി തനിനിറം.